Hi, I'm going to share another video of day out to Brain Down. ബ്രെയിൻ ടൗണിൽ ഞങ്ങൾ പോയത് നല്ലൊരു വ്യൂ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷേ അവിടെ ടോപ്പിൽ എത്തണമെങ്കിൽ 1.5 മൈൽസോളം സ്റ്റെപ്സ് കയറണം. അതുകൂടാതെ വീൽ ചെയർ ആക്സബിൾ ആയിട്ടൊരു വേ കൂടെ ഇവിടെയുണ്ട്. അവിടെ കയറുന്നതിന് തൊട്ട് മുമ്പ് കാണുന്ന വ്യൂ ആണ് ഇതാണ് ഈ സ്റ്റെയേഴ്സ്. നമുക്ക് 1.6 മൈൽസ് സ്റ്റെയർ കയറിയാലാണ് അവിടെ എത്തുന്നത്. ഇതവിടെ കയറി എത്തുമ്പോഴുള്ള ടോപ്പിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. ഒരു സൈഡ് ബ്രെയിൻ ബീച്ച് ആണെങ്കിൽ അനദർ സൈഡ് വെസ്റ്റേൺ സൂപ്പർമേർ ബീച്ച്, ഗ്രാൻഡ് പിയറൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു, കുറച്ച് സമയം ഇവിടെ നിന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ വന്ന് ഒത്തിരി ടൂറിസ്റ്റ് വരുന്നവരുണ്ട്, ഹൈക്കിങ്ങിന് വരുന്നവരുണ്ട്, സൈക്ലിംഗ് ചെയ്യുന്നവർ, അതിനകത്തേക്ക് സൈക്കിളിൽ വരുന്നവരും കൂടെ ഉണ്ട്. ഇത് വീൽ ചെയർ ആക്സബിൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രോളറും അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഈ കാണുന്ന കൃഷി, ഈ യെല്ലോ കളർ കാണുന്ന മസ്റ്റർഡ് കൃഷിയാണ്. ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഈ സൈഡുള്ളത് കടുക് കൃഷിയാണ്. ഇത് ടോപ്പിൽ നിന്ന് കാണുന്ന ബീച്ചാണിത്. ദെൻ വെസ്റ്റേൺ സൂപ്പർമേറിൻ്റെ ടൗൺ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്ന വേറൊരു കാര്യം ബ്രിസ്റ്റൽ ചാനലാണ്. ഈ ബ്രിസ്റ്റൽ ചാനൽ ടുവേർഡ്സ് സൗത്ത് വെയിൽസിലേക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഞങ്ങളന്ന് പോയ ദിവസം 1 or 2 ഷിപ്സ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വെസ്റ്റേൺ സൂപ്പർമേറിൽ നിന്നുള്ള സ്പീഡ് ബോട്ട്, അതിനെക്കുറിച്ച് വലുതായിട്ട് അറിയില്ല, ബട്ട് സ്പീഡ് ബോട്ട് അവിടെ വരുന്നുണ്ട്. അത് കോച്ചിങ് ചെയ്യുന്നവരാണോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇതാണ് അങ്ങോട്ടേക്കുള്ള പാത്ത് വേ. ഞങ്ങളിവിടെ കുറേ നേരം കളിച്ചു ചിരിച്ചു. അതിനിടയിൽ കുറേ ചെയേഴ്സ് ഇട്ടിട്ടുണ്ട്, കാരണം നല്ല ലോങ് ആണ് ഇവിടെ നിന്ന് ബ്രെയിൻ ഡൗൺ ഫോർട്ടിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഞങ്ങളവിടെ കുറേ സമയം നടന്നു, കളിച്ചു, ഉണ്ണിനെ കുറേ സമയം എൻ്റർടൈൻ ചെയ്യിച്ചു. അവനിങ്ങനെ നടന്ന് പുല്ലൊക്കെ പറിച്ച് കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയായിരുന്നു. അതിനിടയിൽ കുറച്ച് ദൂരം നടന്നപ്പോഴുണ്ട് അവന് പറ്റിയൊരു സാധനം അവൻ്റെ കയ്യിൽ കിട്ടി. ഒരു ബിയറിൻ്റെ ക്യാനാണ് കിട്ടിയത്. അതിനകത്ത് കുറേ കല്ലൊക്കെ പെരുക്കിയിട്ട് അതുമായിട്ട് കുറേ സമയം നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ നടന്നു, അത്രയും ദൂരം നടന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ തിരിച്ച് ഞങ്ങൾ വന്നപ്പം ഈ 2 ക്യാസിലും കയറി ഇറങ്ങിയാണ് വന്നത്. ഞങ്ങൾ ഓർത്തു അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കുന്നു. പക്ഷേ ഹാർഡായിരുന്നു അതിനകത്തേക്ക് കയറി ഇറങ്ങുക എന്ന് പറഞ്ഞത്. ഞങ്ങളങ്ങനെ നടന്ന് ബ്രെയിൻ ഡൗൺ ഫോർട്ടിലെത്തി. ഇതാണ് ബ്രെയിൻ ഡൗൺ ഫോർട്ട്. പണ്ട് സെക്കൻഡ് വേൾഡ് വാർ സമയങ്ങളിൽ മിലിറ്ററി ഉപയോഗിച്ചിരുന്നൊരു ഫോർട്ടാണ്. അവരുടെ ഗൺ പൗഡർ ഉണ്ടാക്കാനും സ്റ്റോർ ചെയ്യാനും ഇവിടെയാണ് യൂസ് ചെയ്തത്. അതുപോലെ അവർ ആ പുറകെ കാണുന്ന ഒരു ഷെഡ് പോലെ കാണുന്നില്ലേ, അത് അവരുടെ വാച്ച് ഏരിയയാണ്. ഗൺ പൗഡർ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അവർ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഇത് പരീക്ഷിച്ച് നോക്കുക കൂടെ ഇവിടെ ഈ പോയിന്റിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ആ ഷെഡിൽ ആ വാച്ച് ഏരിയ ഒരെണ്ണം മാത്രമല്ല, ഒരു 3 or 4 വാച്ച് ഏരിയാസ് അവിടെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം ഞങ്ങളവിടെ ഇതൊരു വാച്ച് ഏരിയയാണ്. കുറച്ച് സമയം ഞങ്ങളവിടെ നിന്നു, കുറേ കാര്യങ്ങൾ സംസാരിച്ചു, അവിടെ ഇരുന്നു. അവിടെ അധികം അന്ന് തിരക്കില്ലായിരുന്നു, റഷല്ല. പിന്നെ ഒത്തിരി വലിയ ഏരിയ ആയതുകൊണ്ട് എത്ര പേര് വന്നാലും അവിടെ റഷായി നോക്കില്ല. കാരണം നമ്മൾ വന്നു, ആരും അവിടെ കുറച്ച് സമയം നിൽക്കുന്നു, അത് കഴിഞ്ഞ് അങ്ങനെ മൂവ് ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഞങ്ങളങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് സെറ്റിലായപ്പം കുഞ്ഞിനിങ്ങനെ കളി തുടങ്ങി.